അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അനന്തമായ കാര്യങ്ങൾ സംഭവിക്കൽ, അതുപോലെ അനന്തമായ വസ്തുക്കൾ നിലനിൽക്കൽ, ഇതൊക്കെ തസൽസുൽ അല്ലെങ്കിൽ ഗൈറു മുതനാഹി, അസംഭവ്യമാണ്, ഒരിക്കലും സാധ്യമല്ല എന്ന് ബുദ്ധിപരമായ തെളിവുകൾ നിരത്തി നമ്മൾ തെളിയിച്ചു. ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. ഇനിയും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തുടരാം. അങ്ങനെയാണെങ്കിൽ എണ്ണൽ സംഖ്യ അത് അനന്തമായി പോകുന്നില്ലേ? കാരണം ഇന്നതാണ് ഏറ്റവും ഉയർന്ന സംഖ്യ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അത് അനന്തല്ലേ? ഓക്കെ, അത് പലരും ഉന്നയിക്കുന്നൊരു സംശയമാണ്. എണ്ണം അല്ലേ, എത്ര എണ്ണിയാലും എണ്ണൽ സംഖ്യ തീരുകയില്ലല്ലോ. എത്ര വേണമെങ്കിലും നമുക്ക് എണ്ണം, കോടി 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 എന്ന് പറഞ്ഞാൽ അവസാനിക്കൂല. പിന്നെ കോടി 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 1, കോടി 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 2, ഇങ്ങനെ നമുക്ക് വീണ്ടും എണ്ണാൻ കഴിയും. അപ്പൊ എത്ര എണ്ണിയാലും അതിനും മുകളിൽ ഒരു സംഖ്യയുണ്ട്. ഏതൊരു സംഖ്യയുടെയും അപ്പുറത്തൊരു സംഖ്യയുണ്ട്, ഉറപ്പല്ലേ? ഒരു സംഖ്യ, ഇതാണ് ഏറ്റവും വലിയ സംഖ്യ, ഇനി അപ്പുറത്തൊരു സംഖ്യ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ലോസ് ചെയ്യാൻ കഴിയില്ല. 1 മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എണ്ണം കഴിഞ്ഞു. പണ്ടൊരാൾ പറഞ്ഞ പോലെ എണ്ണം കഴിഞ്ഞു തേങ്ങ ബാക്കി എന്ന് പറഞ്ഞ പോലെ എണ്ണം അങ്ങ് കഴിയുകയില്ല. ഏതൊരു വലിയ സംഖ്യ പറഞ്ഞാലും അതിനേക്കാൾ വലിയ സംഖ്യ നമുക്ക് പറയാൻ പറ്റും. പ്ലസ് 1 ഇട്ടെടുത്താൽ മതി. അപ്പോ ഇത് ഗൈറു മുതനാഹി അല്ലേ? നല്ലൊരു ചോദ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, പലരും ചോദിക്കാറുള്ളതാണെങ്കിലും. ഏതായാലും ഗൈറു മുതനാഹിയായ സംഭവങ്ങൾ, ഗൈറു മുതനാഹിയായ സംഗതികൾ ഉണ്ടാകൽ അസംഭവ്യമാണെന്നല്ലേ പറഞ്ഞത്? എവിടെ ഉണ്ടായത്? എണ്ണമൊക്കെ എവിടെയുള്ളത്? ലോകത്ത് എവിടെ എണ്ണം ഉള്ളത്? എണ്ണം 5 എന്ന് പറഞ്ഞ സംഖ്യ എവിടെയുള്ള ലോകത്ത്? നമ്മുടെ ബോർഡിൽ 5 എന്ന് എഴുതിയാൽ ആ എഴുതിയ ആ ചോക്കിന്റെ എഴുത്തുണ്ടാവും അല്ലേ? അത്രയല്ലേ ഉള്ളൂ. അത് മായ്ച്ചു കഴിഞ്ഞാൽ ആ എഴുത്ത് പോകും. അനന്തമായ, അനന്തം പോയിട്ട് ഒരു 10 കോടി വരെ ഉള്ള സംഖ്യ എവിടെയാണ് ഉള്ളത്? 1 മുതൽ ഇങ്ങനെ. അപ്പൊ ഈ സംഖ്യ ഉണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഖ്യ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. പിന്നെ 5 പേന, 10 പേന എന്നൊക്കെ നമുക്ക് വേണ്ടി പറയാം. ഇവിടെ പേനകൾ ഉണ്ട്, പേനകൾ ഉണ്ട്. 10 എന്ന് പറയുന്നതിന് സ്പെഷ്യലായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ടോ? അതിന് പിന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു വുജൂദ് 10-ന് ഇല്ല. ഖാരിജിയായ വുജൂദ് 10 എന്ന സംഖ്യക്കില്ല. അതിന് ദിഹിനിയായ വുജൂദ് മാത്രമേ ഉള്ളൂ. അഥവാ ആക്ച്വൽ എക്സിസ്റ്റൻസ് മാത്രമേ ഇതിനുള്ളൂ. ആക്ച്വൽ എക്സിസ്റ്റൻസ് ഇതിനില്ല, പൊട്ടൻഷ്യൽ എക്സിസ്റ്റൻസ് മാത്രമേ ഇതിനുള്ളൂ. ഒരു സാധ്യത. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, നമുക്ക് എത്ര വേണമെങ്കിൽ എണ്ണുക എന്ന കർമ്മം അത് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്ന നഫ്സുൽ അംരിയായ വുജൂദുള്ള ഒരു കാര്യമാണ് എണ്ണുക. ഇപ്പൊ ഞാൻ 1, 2, 3, 4, 5, 6 ഇങ്ങനെ 100 വരെ എണ്ണി. അപ്പൊ 100 വരെ എണ്ണിക്കഴിഞ്ഞു എന്ന കാര്യം അല്ലെ, അതിവിടെ നടന്നു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഓക്കെ, അത് മുതനാഹി ആയിരിക്കും, അവസാനമുള്ളതായിരിക്കും. കാരണം 100 വരെ അല്ലേ എണ്ണിയത്. ഇനി വേണം എനിക്ക് 1000 വരെ എണ്ണാം, 10,000 വരെ എണ്ണാം. ഈ എണ്ണിക്കഴിഞ്ഞത് എത്രയായിരിക്കും? മുതനാഹി ആയിരിക്കും. ഞാൻ കോടിക്കണക്കിന് എണ്ണിയാലും എണ്ണിക്കഴിഞ്ഞത് ഈ കോടി മുതനാഹി ആയിരിക്കും. അനന്തമായ അത്രയും സംഖ്യ എണ്ണിക്കഴിഞ്ഞ ഒരാളെ കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി അയാൾ മരിച്ചോ, അയാളെ കുട്ടി എൻ്റെ ബാക്കി, അയാളെ കുട്ടി എൻ്റെ ബാക്കി, എത്ര കാലം എണ്ണിയാലും അനന്തമായ എണ്ണിക്കഴിയൽ ഇവിടെ നടക്കുകയില്ല. അപ്പൊ ഒന്നുകിൽ അനന്തമായ അത്രയും എണ്ണം വസ്തുക്കൾ ഉണ്ടാകണം, അങ്ങനെ വസ്തുക്കൾ അനന്തമായതില്ല. അല്ലെങ്കിൽ അനന്തമായ കാര്യങ്ങൾ കഴിയണം, അങ്ങനെ എണ്ണുക എന്നതൊരു കാര്യമാണ്. അങ്ങനെ അനന്തമായ അത്രയും എണ്ണിക്കഴിയാൻ ഒരാൾക്കും സാധ്യമല്ല. അപ്പൊ പിന്നെ അനന്തമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ സംഭവിക്കുന്നില്ല. നമ്മൾ പറയുന്നത് ആക്ച്വലി ഇൻഫിനിറ്റ്, ആക്ച്വൽ ഇൻഫിനിറ്റി ഉണ്ട്, അതുപോലെ പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി. പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സാധ്യത. നമുക്ക് ഏതൊരു സംഖ്യ പറഞ്ഞാലും അതിനേക്കാൾ വലിയ സംഖ്യ പറയാം, പോസിബിലിറ്റിയാണ്. ഇവിടെ എല്ലാ സംഖ്യയും അതിൻ്റെ വലിയൊരു സംഖ്യയും ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പറയാമെന്ന സാധ്യതയാണ്. ഈ സാധ്യത എത്ര വരെ സാധ്യത ഉണ്ട്? അനന്തമായ സാധ്യതയുണ്ട്. സാധ്യതയേ ഉള്ളൂ, സാധനമില്ല. അപ്പൊ അതാണ് ആക്ച്വലി എക്സിസ്റ്റൻസ് ചെയ്യുന്നില്ല. എക്സിസ്റ്റ് ചെയ്യാത്ത
പിന്നെ വെറും പൊട്ടൻഷ്യലി ഉള്ള പോസിബിലിറ്റി മാത്രമാണ് ഈ പറയുന്നത്. പോസിബിലിറ്റി അനന്തമായിട്ട് ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല. അള്ളാഹുവിന് എന്തൊക്കെ കാര്യങ്ങൾ കഴിയും? അനന്തമായത് കഴിയും, അനന്തമായത് കഴിയും. എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്? അത് അന്ത്യമുള്ളത് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, മഖ്ലൂക്കുകൾ മുത്തനാഹിയായിരിക്കും. പോസിബിലിറ്റിയാണ് അനന്തമായിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന വാദത്തിനെതിരെ ഇവിടെ സംഭവിക്കുന്നില്ല. എണ്ണം എന്ന് പറയുന്നത് ആക്ച്വൽ എക്സിസ്റ്റൻസ് ചെയ്യുന്ന ആക്ച്വലി ഇൻഫിനിറ്റി അല്ല, മറിച്ച് ഇത് പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി മാത്രമാണ്. ബിൽഖുവ ഗൈർ മുത്തനാഹി എന്നത് മുഹാലല്ല. ബിൽഫീൽ ഗൈർ മുത്തനാഹി മൗജൂദാവുക, ഖാരിജിയായ വുജൂദ് ഉണ്ടാവുക എന്നതാണ് മുഹാൽ എന്ന് പറയുന്നത്. ഓക്കെ, വിശ്വാസം അനുസരിച്ച് സ്വർഗവും നരകമൊക്കെ അനന്തല്ലേ, ഖാലിദീന ഫീഹ അബദ എന്നൊക്കെ അല്ലേ ഉള്ളത് ഖുർആനിലൊക്കെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്ന സംഗതിയാണല്ലോ, വജൂദാണല്ലോ. ഓക്കെ 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 പിന്നെ ഞാൻ ചുരുക്കി ഉത്തരം പറയാം. ചില ആൾക്കാർക്കൊന്നും മനസ്സിലാകലില്ല പെട്ടെന്ന്, ചില ആൾക്കാർക്ക് മനസ്സിലാകലുണ്ട്. ഏതായാലും പിന്നെ സ്വർഗം അനന്തമായ കാലമുണ്ടാകും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? എത്ര കാലം കഴിഞ്ഞാലും അത് അവസാനിക്കുകയില്ല. സ്വർഗത്തിൻ്റെ കാലാവധി കഴിഞ്ഞു, അതിനെല്ലാവരും പൂട്ടി പോയിക്കോളി എന്നുള്ളത് ഒരിക്കലും പറയൂല. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് കുറേ കോടി 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 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ഒരു ദിവസം അള്ളാഹു വന്നിട്ട് പറയാണ്, മക്കളെ സ്വർഗത്തിൻ്റെ കാലാവധി കഴിഞ്ഞു, നിങ്ങൾ പോയിക്കോളി എന്ന് പറയുകയില്ല എന്ന് ഈ പറയുന്നതിൻ്റെ അർത്ഥം. സ്വർഗം ഒരിക്കലും അവസാനിക്കുകയില്ല. അല്ലെങ്കിൽ സ്വർഗവും ആൾക്കാരും എല്ലാം കൂടി അള്ളാഹു തആല ടീം അങ്ങോട്ട് കാറ്റാക്കി കളഞ്ഞു. ഇങ്ങനെ സംഭവിക്കുകയില്ല. സ്വർഗം എല്ലാ കാലത്തും നിലനിൽക്കും എന്ന് പറയുന്നത് ശരിയാണ്. നിലനിൽക്കും എന്ന് പറയുന്നതാണ് ശരി. സ്വർഗം പടച്ചിട്ട് 1 കോടി വർഷമായി എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇപ്പോൾ സ്വർഗത്തിൻ്റെ ആയുസ് എത്ര? 1 കോടി. ഇപ്പോൾ മനുഷ്യന്മാരൊക്കെ കയറി, ഖിയാമത്ത് നാളൊക്കെ കഴിഞ്ഞു, അങ്ങനെ മനുഷ്യന്മാർ കയറി, പിന്നെ 1 കോടി കഴിഞ്ഞു. സ്വർഗം അവസാനിക്കൂല, 1 കോടി കൊല്ലം കഴിഞ്ഞു. ഇപ്പോൾ സ്വർഗത്തിൻ്റെ ആയുസ് എത്ര? 2 കോടി. ഓക്കെ, ഫൈനൈറ്റാണ്. സ്വർഗത്തിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഫൈനൈറ്റാണ്. അവിടെയുള്ള വിഭവങ്ങളുടെ എണ്ണം ഫൈനൈറ്റാണ്, എല്ലാം ഫൈനൈറ്റാണ്. സ്വർഗത്തിലും ഗൈർ മുത്തനാഹിയും തസൽസലും മുഹാലൊന്നും സ്വർഗത്തിലുണ്ടാവില്ല പറയാം. ഇനിയും 10 കോടി കഴിഞ്ഞു, കൊല്ലങ്ങൾ കഴിഞ്ഞു. അപ്പോൾ സ്വർഗത്തിൻ്റെ ആയുസ് എത്ര? 10ഉം നേരത്തത് 12ഉം, 12 കോടി വർഷം. സ്വർഗത്തിന്റെ വയസ്സ് ഇങ്ങനെ ഇപ്പോഴും സ്വർഗം കഴിഞ്ഞു പോയത് മുത്തനാഹി അല്ലേ? സ്വർഗത്തിൽ സംഭവിച്ചു കഴിഞ്ഞ സമയവും കാര്യങ്ങളൊക്കെ മുത്തനാഹിയ. ഇനിയും 10 കോടി കഴിഞ്ഞു, അപ്പോൾ 22 കോടി. ഇതിങ്ങനെ സ്വർഗത്തിന്റെ ആയുസ് വളർന്ന് വളർന്ന് വലുതാവുക എന്നതല്ലാതെ ഗൈർ മുത്തനാഹിയായ അത്രയും കഴിഞ്ഞു എന്നൊരു പൊസിഷൻ ഒരിക്കലും ഉണ്ടാവില്ല. ഗൈർ മുത്തനാഹിയായ കാലം കഴിഞ്ഞു, ഇപ്പൊ സ്വർഗത്തിന്റെ ആയുസ് അത്ര ഗൈർ മുത്തനാഹിയായ ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. കഴിഞ്ഞത് എപ്പോഴും മുത്തനാഹിയായിരിക്കും. അപ്പോൾ സ്വർഗത്തിന് കോടി 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 കൊല്ലങ്ങൾ കഴിയുമ്പോൾ അത്രയും വലിയ ആയുസ് ഉണ്ടാകും. ആയുസ് ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് ഈ മുത്തനാഹിയുടെ വലുപ്പം വലുതായി 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 വരുമെന്നല്ലാതെ ഒരു കാലത്തും അത് ഗൈറു മുത്തനാഹിയായി അനന്തമായ കാര്യങ്ങളായിട്ട് ഒരിക്കലും സംഭവിക്കുകയില്ല. സ്വർഗവും അങ്ങനെ തന്നെ, നരകവും അങ്ങനെ തന്നെ. അപ്പൊ കഴിഞ്ഞു കടന്ന കാര്യങ്ങൾ അതെപ്പോഴും മുത്തനാഹിയായിരിക്കും, ഇനി ഒരിക്കലും അവസാനിക്കുകയില്ല. അപ്പൊ ഗൈറു മുത്തനാഹി എന്നെവിടെയും കണ്ടാൽ സ്വർഗത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കണില്ല. തഖ്ഫി, അത് അവസാനിക്കുകയില്ല എന്ന മഅനക്കാണ് ആ പറയുന്നത് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, സ്പേസും ടൈമും അഥവാ സമയവും സ്ഥലവും അത് അനന്തല്ലേ? കാരണം നമ്മൾ പ്രപഞ്ചോൽപത്തിക്ക് മുന്നേ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതെത്രയും മുന്നേ ആകാലോ, അനന്തമായി പോവാണ്. അതുപോലെ സ്ഥലം ഒരു സ്പേസിൻ്റെ ഒരറ്റെത്തി അവിടുന്ന് പിന്നെയും ശൂന്യമായ ആകാശങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അല്ലാതെ അവിടെ അങ്ങനെ അവസാനിക്കല്ലോ. അപ്പോൾ ഇതിനെ നമ്മളെങ്ങനെയാണ് വിശദീകരിക്കുക, അനന്തമാണോ അനന്തമല്ലേ എന്നൊക്കെ? ഓക്കെ, വളരെ ആവേശകരമായ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് പിന്നെ വിശദമായിട്ട് ഈ സെഷനിൽ നമ്മൾ പറയുന്നില്ല. ആകത്തുക ടൈം സ്പേസ് എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോഴും പറയുന്ന പദമാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് പലപ്പോഴും അറിയുകയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് സ്പേസ് കൊണ്ട് അർത്ഥമാക്കുന്നത്, എന്താണ് കാലം സമയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഒറ്റ വാക്കിൽ അതിൻ്റെ ഒരു ലബ്ത്ത് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സമയം എന്നത്
ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത്, സയന്റിഫിക്കലി ടൈം എന്ന് പറയും, ടൈം ഡയലേഷൻ എന്നൊക്കെ പറയുന്ന ടൈം ഉണ്ടല്ലോ, ഈ ടൈം എന്ന് പറയുന്ന സാധനം അത് നഫ്സുൽ അംരിയായ വുജൂദുള്ള ഒരു ടൈമാണ്. ഈ ടൈം പ്രപഞ്ചോൽപത്തി മുതലാണ് ഉണ്ടാകുന്നത്. പ്രപഞ്ചം അല്ലെങ്കിൽ ആദ്യത്തെ മഖ്ലൂക്ക് ഉണ്ടാകുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ടൈം ഉണ്ടായിട്ടുള്ളത്. അതിന് മുമ്പ് ടൈം ഇല്ല. ഓക്കെ, ആ പ്രപഞ്ചോൽപത്തി മുതൽ ആദ്യത്തെ ഹൽക്ക് നടന്നത് മുതലാണ് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്ന ടൈം എന്നതിവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അഥവാ നഫ്സുൽ അംരിയായ വുജൂദുള്ള സമാൻ ഉണ്ടാകുന്നത് പ്രപഞ്ചോൽപത്തി മുതലാണ്. അപ്പം അത് സയന്റിഫിക്കലിയും ഓക്കെയാണ്. പിന്നെ എന്നാൽ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നില്ലേ, മുമ്പ് എന്നുള്ളത് ഒരു ടൈമല്ലേ? അപ്പോൾ മുമ്പ് ടൈം ഉണ്ടല്ലോ. ഈ ടൈം നഫ്സുൽ അംരിയായ വുജൂദുള്ളതല്ല, ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നതല്ല, മറിച്ച് അത് ദിഹിനിയായ വുജൂദ് മാത്രമേ അതിനുള്ളൂ. നമ്മൾ സങ്കല്പിക്കുക എന്നൊരു സങ്കല്പം മാത്രമേ അവിടെ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവിടെ ഒന്നുമില്ല. ഓക്കെ, എന്താണ് സമയം കൊണ്ട് അർത്ഥമാക്കുന്നത്? ടൈമിൻ്റെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ എന്തൊക്കെയാണ്? ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് തൊട്ടടുത്ത് തന്നെ നമുക്ക് എന്താണ് ടൈം. സയൻസ് പറയുന്നുണ്ട് ടൈം, ഒരാളുടെ ടൈം വേഗത്തിലാകും, മറ്റൊരാളുടെ ടൈം സ്ലോ ആകും. പിന്നെ ടൈം ഡയലേഷൻ, ഒരു ടൈം ട്രാവലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് പിന്നെ ടൈം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സയൻസ്? മറ്റർത്ഥങ്ങൾ എന്തൊക്കെയാണ്? ഫിലോസഫിക്കലി ടൈമുകൾക്ക് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്, നമ്മൾ കിതാബുകൾ പറഞ്ഞ അർത്ഥങ്ങളുണ്ട്. എല്ലാം വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് തൊട്ടുടനെ തന്നെ സംസാരിക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ലഭ്യത നമ്മൾ മനസ്സിലാക്കിയല്ലോ. ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നതിന് ഫൈനൈറ്റ് ആണ്. ദിഹിനിയായ വുജൂദ് നമ്മൾ പറഞ്ഞു, അത് യഥാർത്ഥത്തിൽ ഇവിടെ ഖാരിജിയായ ലോകത്തുള്ള സംഗതിയല്ല. സമയം എന്ന് നമ്മൾ വെറുതെ സങ്കല്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് സ്പേസും. സ്പേസ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് എത്രത്തോളം വലുപ്പമുണ്ടോ അത്രയും വലുപ്പമാണ് സ്പേസിനും ഉള്ളത്. ഈ സ്പേസ് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്ന സ്പേസാണ്, അഥവാ നഫ്സുൽ അംരിയായ വുജൂദുള്ള മക്കാനാണ് ഈ പറയുന്നത്. പ്രപഞ്ചത്തിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഗൈർ മുത്തനായ മക്കാനിനെ സങ്കല്പിക്കാം പോസിബിലിറ്റിയാണ് വരുന്നത്. ഇതൊരിക്കലും പിന്നെ ഖാരിജിയായ വുജൂദുള്ള മക്കാനല്ല, ദിഹിനിയായ വുജൂദ് മാത്രമുള്ള മക്കാനാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ല. ഇല്ലാത്ത സാധനങ്ങൾ ഗൈർ മുത്തനാഹി ആകുന്നതിന് കുഴപ്പമില്ലല്ലോ. സങ്കല്പം ഗൈർ മുത്തനാഹിയായിട്ട് സങ്കല്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതിനും കുഴപ്പമില്ല. ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നിടത്താണ് ഇൻഫിനിറ്റ് മുഹാലാണ്, ഇമ്പോസിബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ.